നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കാസർകോട്ടെ ഇരകൾക്ക് എൻഡോസൾഫാൻ കമ്പനി നഷ്ടപരിഹാര തുക നൽകണമെന്ന് സുപ്രീം കോടതി. തുക 3 മാസത്തിനകം നൽകണം. തുക വിതരണം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ. ബാലൻസ് ഷീറ്റ് സമർപ്പിക്കാത്ത NGOകൾക്കെതിരെ സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രത്തോട് സുപ്രീം കോടതി. പട്ടാളക്കാരോട് അവഗണനയെന്ന BSF ജവാന്റെ ആരോപണത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആരോപണങ്ങൾ തള്ളി BSF. വീഡിയോ പോസ്റ്റ് ചെയ്ത ജവാന്റെ നടപടി ഗുരുതര അച്ചടക്ക ലംഘനം. ജവാൻ സ്ഥിരം പ്രശ്നക്കാരനെന്നും മദ്യപാനിയെന്നും BSF. വീഡിയോ പിൻവലിക്കില്ലെന്ന് BT യാദവ്. IAS തലത്തിൽ അതൃപ്തി രൂക്ഷം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ കാര്യങ്ങൾ വഷളാക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ. അനുനയ നീക്കവുമായി മന്ത്രിമാർ. CBI മാതൃകയിൽ വക്താവിനെ നിയമിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ്. സോളാർ കമ്മീഷനെ വിമർശിച്ച് DGP A. ഹേമചന്ദ്രൻ. കമ്മീഷൻ പരിധി ലംഘിക്കുന്നു. ക്രിമിനൽ കേസുകളുടെ യോഗ്യതയും അയോഗ്യതയും നിശ്ചയിക്കേണ്ടത് കോടതികളാണെന്നും സോളാർ കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ ഹേമചന്ദ്രൻ. സിനിമാ സമരം ശക്തമാകുന്നു. മറ്റന്നാൾ മുതൽ തിയേറ്ററുകൾ അടച്ചിടുമെന്ന് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ. സർക്കാർ മുൻകൈയെടുത്താൽ ചർച്ചയ്ക്ക് തയ്യാറെന്നും പ്രതികരണം. പാമ്പാടി നെഹ്റു കോളേജിൽ ആത്മഹത്യ ചെയ്ത ജിഷ്ണു കോപ്പിയടിച്ചുവെന്ന വാദം തെറ്റെന്ന് സാങ്കേതിക സർവകലാശാല. കോപ്പിയടിച്ചെന്ന് സർവകലാശാലയെ അറിയിച്ചിട്ടില്ലെന്നും പരീക്ഷാ കൺട്രോളർ. അധ്യാപകർക്കെതിരെ കൊല്ലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ജിഷ്ണുവിന്റെ അമ്മ. അതിർത്തി കാക്കുന്നവർക്ക് പട്ടിണിയോ? BSF ജവാന്റെ വിവാദ വീഡിയോയ്ക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർ. BT യാദവിന്റെ പ്രവൃത്തി ഗുരുതര അച്ചടക്ക ലംഘനമാണെന്നും ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും DIG പറഞ്ഞു. സൈനികരുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. അതിർത്തിയിലെ സൈനികർക്ക് മോശം ഭക്ഷണമാണ് ലഭിക്കുന്നതെന്നും ഉന്നത ഉദ്യോഗസ്ഥർ ഭക്ഷണ സാധനങ്ങളടക്കം മറിച്ചു വിൽക്കുകയാണെന്നുമായിരുന്നു BSF ജവാൻ പുറത്തുവിട്ട വീഡിയോ സംഭാഷണത്തിന്റെ ഉള്ളടക്കം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് BSFലെ ഉന്നത ഉദ്യോഗസ്ഥർ ജവാനെതിരെ രംഗത്ത് വന്നത്. കോർട്ട് മാർഷൽ നേരിട്ട വ്യക്തിയാണ് BT യാദവെന്നും സൈനികൻ എന്ന രീതിയിലുള്ള അച്ചടക്കം പാലിച്ചിരുന്നില്ലെന്നും IG DK ഉപാധ്യായ ആരോപിച്ചു. डिसिप्लिन के हिसाब से तो नहीं होना चाहिए, मगर चूंकि आजकल जो है हम किसी के ऊपर जो है BSF रुकावट नहीं रखती है और यही वजह है कि मोबाइल फोन इनको ऑथराइज किए गए हैं, अलाउ किए गए हैं। मतलब वहां पर सिर्फ ड्यूटी पर जब ये रहते हैं वहां नहीं रखना चाहिए, तो वो बिंदु पर भी जांच होगी कि ड्यूटी पर रहते हुए इसने मोबाइल फोन अपना जमा क्यों नहीं कराया था। ये जरूर कहा गया है कि जिस समय जवान ड्यूटी पर जाता है तो उसे अपना मोबाइल फोन वहां के कोच में जमा कर देना चाहिए। ये डिसिप्लिन के अगेंस्ट है. എന്നാൽ ജവാന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് BSF DIG വ്യക്തമാക്കി. ഡ്യൂട്ടി സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് വകുപ്പ് തല നടപടിയുണ്ടാകുമെന്നും സ്ഥലം മാറ്റമടക്കമുള്ള നടപടികളെക്കുറിച്ച് BSF ആലോചിക്കുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. സൈനികർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പുറത്തുവിട്ട വീഡിയോ പിൻവലിക്കുന്ന പ്രശ്നമില്ലെന്ന് BSF ജവാൻ TB യാദവ്. അന്വേഷണം സത്യം പുറത്തുകൊണ്ടുവരുമെന്നും യാദവ് നെറ്റ്വർക്ക് 18നോട് പറഞ്ഞു. സംഭവം വിവാദമായതോടെ വീഡിയോ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയതായും എന്നാൽ വീഡിയോ പിൻവലിക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തതായി TB യാദവ് നെറ്റ്വർക്ക് 18നോട് വ്യക്തമാക്കി. അതേസമയം BSF ഉന്നയിച്ച ആരോപണങ്ങളെ ജവാൻ തള്ളി. ഡ്യൂട്ടിക്കിടയിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ടെന്നും അതിന് ശിക്ഷ നേരിടാറുമുണ്ട്. സൈന്യത്തിന്റെ 14 അവാർഡുകൾ വാങ്ങിയ സൈനികനാണ് താനെന്നും TB യാദവ് പറഞ്ഞു. ശരിയായ അന്വേഷണത്തിലൂടെ സത്യങ്ങൾ പുറത്തുവരും. എന്നാൽ ഇതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ഭയമുണ്ടെന്നും ജവാൻ വ്യക്തമാക്കി. देखो जी, मैं सभी से ये कहना चाहता हूँ कि फौज के अंदर आप ड्यूटी करते हो तो ड्यूटी में कुछ गलतियां हमारी इंसान से होती हैं, तो उसकी सजाएं मिलती हैं। मेरे को अकेले को नहीं, आप किसी भी जवान को देखो, शायद 60-70% जवान हैं जिनको छोटी मोटी सजाएं तो मिलती ही रहती है।
तो सजाओं के बाद मैंने अपने को इम्प्रूव करके दिखाया। इन्होंने खुद अपने हाथों से IG DIG इन्होंने मेरे को रिवार्ड दिए हैं, 14 रिवार्ड। താൻ പോരാടിയാൽ ഒട്ടേറെ സൈനികർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. സൈനികരുടെ ഇത്തരം പരാതികളിൽ മാധ്യമങ്ങളെ ഇടപെടുത്താൻ ഉന്നത ഉദ്യോഗസ്ഥർ അനുവദിക്കില്ല. ये तो क्यों दिए, जब अच्छा नहीं था तो किसी को कोई देता ही नहीं है। नहीं, तो यही तो बात हो रही है कि ये रिवॉर्ड आप कह रहे हैं कि उनकी तरफ से दिए गए, तो बट नेचुरली वो आपकी बात भी सुनते हैं। अगर आप उनको बताते, क्या बाकी जवान भी इसी तरह से कहते हैं? क्या बाकी जवानों ने आपका साथ दिया? आपको नहीं लगा कि आप ये कर रहे हैं, आपकी नौकरी जा सकती है या कुछ भी हो सकता है? हाँ जी बिल्कुल, मेरे को लगा था, लेकिन मेरे को इतना सपोर्ट, मेरे को ये भी आशा थी कि मेरे को शायद पूरा देश सपोर्ट करेगा और इसकी जांच होगी तो आपके, बस मैं आपके चैनल के माध्यम से यही कहना चाहता हूँ कि इसकी जांच CBI या NIA से करवाई जाए, निष्पक्ष जांच हो। എന്റെ പ്രവൃത്തിയിൽ സഹപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും സന്തോഷമുണ്ടെന്നും TB യാദവ് നെറ്റ്വർക്ക് 18നോട് വെളിപ്പെടുത്തി. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. हमारे इंसान से होती हैं। ഈ വിഷയത്തിൽ ചർച്ചകൾക്കായി മുൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ശ്രീ പ്രഭാകരൻ പലേരി കണ്ണൂരിൽ നിന്നും നമ്മോടൊപ്പം ചേരും. CPM നേതാവും MP-യുമായ ശ്രീ CP നാരായണൻ തിരുവനന്തപുരത്ത് നിന്ന് ചർച്ചകൾക്കായി ചേരും. BJP നേതാവ് ശ്രീ TG മോഹൻദാസ് കൊച്ചിയിൽ നിന്നും ചർച്ചയ്ക്ക് ചേരും. ആദ്യം ശ്രീ CP നാരായണൻ, 2 വെർഷൻ നമുക്ക് മുന്നിലുണ്ട്. BSF നിരന്തരമായ അച്ചടക്ക ലംഘനം നടത്തുന്നയാളാണ്, മദ്യപാനിയാണ്, അതുകൊണ്ട് ഈ കാര്യങ്ങളെ ഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. 14 അവാർഡുകൾ വാങ്ങിച്ചയാളാണ് ഞാൻ, എൻ്റെ ഈ അച്ചടക്ക ലംഘനം കൊണ്ട് പൊതുവിൽ പട്ടാളക്കാർക്കാകെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് ഉണ്ടാവുക, ഞാൻ ഈ വീഡിയോ പിൻവലിക്കാൻ പോകുന്നില്ല എന്ന ഈ ബഹാദൂർ സിംഗ് യാദവിൻ്റെ, തേജ് ബഹാദൂർ യാദവിൻ്റെ വെളിപ്പെടുത്തലുമുണ്ട്. ഏത് ഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടത്? എന്താകും അതിർത്തികളിൽ സർവീസ് സേവനം നടത്തുന്ന പട്ടാളക്കാർക്ക് സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ പ്രശ്നത്തിൽ എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് നിങ്ങൾ തന്ന വിവരം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നത് ഏതാണ്ട് 2 വർഷം മുമ്പേ ഞങ്ങൾ ഒരു ദിവസം രാജ്യസഭയിൽ ഈ പ്രശ്നം, ഇതുപോലുള്ളൊരു പ്രശ്നം ഉന്നയിക്കുകയുണ്ടായി. സൈനികരുടെ ക്യാമ്പിൽ കൊടുക്കുന്ന ഭക്ഷണം മഹാമോശമാണെന്നും അവർക്ക് കൊടുക്കുന്ന റേഷൻ, അതിൻ്റെ ഗുണനിലവാരം, അളവ് ഇവയൊന്നും പാലിക്കുന്നില്ല എന്നും ഒരു സൈനികൻ ഒരു MP-യോട് ഫോൺ വിളിച്ച് പറഞ്ഞു. ഇതവിടെ ഉന്നയിക്കുകയുണ്ടായി. ഉന്നയിച്ചപ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രിയുണ്ട്, അദ്ദേഹം പറയുകയുണ്ടായി ഇത് ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഇത് വസ്തുതയാണെങ്കിൽ ഞങ്ങൾ ഗൗരവമായി നടപടിയെടുക്കും. പലപ്പോഴും നമുക്ക് കിട്ടുന്ന വിവരം ഇത്തരം കാര്യങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്, അവരെല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ട്. അവർ ചിലർ അഴിമതിക്കാരുമാണ്. ഇത് രണ്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാനത് അവർ മൊത്തത്തിൽ ആക്ഷേപിച്ചുകൊണ്ട് പറയല്ല. അവർ ചില കള്ള നാണയങ്ങൾ അല്ലെങ്കിൽ കറുത്ത ആടുകളുണ്ട്. അവരെക്കുറിച്ച് മന്ത്രി റിജു പറഞ്ഞതുപോലെ ഗൗരവമായ നടപടിയെടുക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. അന്ന് ഞങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി നൽകിയ ഉറപ്പനുസരിച്ച് കർശനമായ നടപടി എടുത്തോ എന്ന് എനിക്കറിയില്ല. മാതൃകാപരമായ നടപടി എടുത്തിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു. ഞാൻ തിരിച്ചു വരാം. ഈ കാര്യം വസ്തുതയാണെങ്കിൽ യാദവ് പറഞ്ഞതിന് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ പ്രഭാകരൻ പലേരി, അങ്ങേയറ്റത്തെ കരുതലോടെയാണ്, സ്നേഹത്തോടെയാണ്, ആദരവോടെയാണ് നമ്മുടെ സുരക്ഷാ സേനയെ സ്റ്റേറ്റ് സർക്കാർ സേവിക്കുന്നത്. സർക്കാർ അങ്ങോട്ട് നൽകുന്നത് നല്ല സ്നേഹവും ബഹുമാനവും ആദരവുമാണ് എന്നതാണ് പുറത്തേക്ക് കിട്ടുന്നൊരു തോന്നൽ. നമ്മുടെ രാജ്യത്ത് സുരക്ഷ നൽകുന്ന അതിർത്തിയിലടക്കം വിവിധ സേനാ വിഭാഗങ്ങളിൽ, ആർമിയിലകത്തോ BSFനകത്തോ മാത്രമല്ല എല്ലായിടത്തും വളരെ സ്തുത്യർഹമായ സേവനം നടത്തുന്ന ആളുകൾക്ക് നല്ല തോതിലുള്ള കരുതൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, എല്ലാ സർക്കാരുകളുടെയും ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട് എന്നൊരു പൊതുവായ ധാരണയാണ് പുറത്തുള്ളത്. എന്നാൽ അങ്ങനെയല്ല. മതിയായ ഭക്ഷണം പോലും ഇല്ലാതെയാണ് 11 മണിക്കൂർ ഡ്യൂട്ടി നിൽക്കുന്നത്. ഇതെങ്ങനെയാണ് സാധ്യമാവുക എന്ന് ഒരാൾ വിളിച്ചു പറയുന്നതാണ്, ഉത്തരവാദപ്പെട്ട ഒരാൾ വിളിച്ചു പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അതിന്മേൽ നടപടികൾ എടുക്കും എന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള
വിശദീകരണം വന്നിട്ടുമുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്? ഈ സേനാവിഭാഗങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള സേനാവിഭാഗങ്ങൾ ഇങ്ങനെ മോശം രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ആയിരത്തി 1958 മുതൽ വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന ഒരു സായുധ സേനയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അവിടെ ഇതുപോലെയുള്ളൊരു പ്രശ്നം വരാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതേസമയം നമ്മുടെ സായുധ സേനകളുടെ നിലവാരം നോക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഒരുപക്ഷെ കിട്ടുന്നത് സൈന്യത്തിൽ തന്നെയാണ്, സായുധ സേനയിൽ തന്നെയാണ്. പുറത്തു പോയതിലും നല്ല ഭക്ഷണം കിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്കുള്ള അനുഭവമാണിത്. അതേസമയം ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള വേവലാതികളുണ്ടാകാം, വിഷമങ്ങളുണ്ടാകാം. പ്രത്യേകിച്ചും അതിർത്തിയിൽ സേവനമനുഷ്ഠിക്കുന്ന, കടലിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തികൾക്ക്. ഇപ്പോൾ ഞാൻ കേട്ടത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പലതരത്തിലുള്ള ശിക്ഷകൾ അനുഭവിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യമോ മറ്റോ അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ആ ശിക്ഷകൾക്ക് അതീതമായി അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ശ്രമം അവർ തന്നെ, അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് തന്നെ തൽക്കാലം ആവശ്യമില്ല, കുടുംബത്തിൻ്റെ വിഷമങ്ങൾ ആലോചിച്ചിട്ട് അതും അവർ ചെയ്തിട്ടുണ്ട്. എല്ലാ സഹാനുഭൂതികളും അവർ കാണിച്ചിട്ടുണ്ട്. അതേസമയം ഇതുപോലെയുള്ള ഒരു വിഷമം ഒരു സൈനികന് വരികയാണെങ്കിൽ അതിനെ ആ സൈന്യത്തിനകത്ത് വെച്ച് തന്നെ പരിഹരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സൈന്യത്തിലുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ അദ്ദേഹം മീഡിയ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒരു യോഗ്യത, ഒരു സൈനികന് വേണ്ട യോഗ്യത, ഏറ്റവും താഴെ നിലയിലുള്ളൊരു പട്ടാളക്കാരൻ മുതൽ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥന് വരെ വേണ്ട ഒരു യോഗ്യതകളിൽ ഒന്നാണ് സമ്മർദ്ദത്തെ തടയുവാനുള്ള ആ പ്രത്യേക തരത്തിലുള്ള വിശേഷ സ്വഭാവം. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യനും ഒരു പട്ടാളക്കാരൻ അനുഭവിക്കുന്ന അത്രയും സമ്മർദ്ദം അനുഭവിക്കുന്നില്ല. ഈ സമ്മർദ്ദങ്ങൾ തടഞ്ഞു നിർത്തുവാനുള്ള കഴിവ്, അതിന് അതീതമായി പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഒരു സൈനികന് ആവശ്യം. അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ആ സമ്മർദ്ദങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുവാനുള്ള കഴിവില്ല എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഈ സമ്മർദ്ദങ്ങൾ വരുന്നത് ഫാമിലിയിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, സൈന്യത്തിൻ്റെ അകത്തു നിന്നും, സമൂഹത്തിൽ നിന്നുമാണ്. ഈ സമ്മർദ്ദങ്ങൾ ഒരു സൈനികനെ നേരിടാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ സഹായിച്ച് അവനെ അതിന് പറ്റിയ തരത്തിൽ കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ ചുമതലയാണ്. ഞാനിവിടെ കാണുന്നത് ഭക്ഷണം ശരിയല്ല എന്നുള്ളൊരു സംഗതിയല്ല. വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു സൈനികന്, അതിനുള്ള മനസാന്നിധ്യമില്ലാത്തൊരു സൈനികന് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ നേരെ മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് സമാധാനം കൊടുക്കേണ്ടത്. അത് ചെയ്തിട്ടില്ലേ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു. അല്ലാതെ സൈന്യത്തിൽ കിട്ടുന്ന ഭക്ഷണം ഒന്നാന്തരം ഭക്ഷണമാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മാത്രമേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഇതിലും നല്ല ഭക്ഷണം വേറെ എവിടെയും കിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എനിക്ക് അനുഭവത്തിലുള്ളതാണത്. മാത്രമല്ല, ഒരു സൈനികന് കിട്ടുന്ന ഭക്ഷണം അന്ന് ജോലിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ പോയി രുചിച്ചു നോക്കേണ്ട ഒരു കടമ വരെ അവർക്കുണ്ട്. ഇതൊക്കെ നടക്കും, ഇതൊക്കെ അന്വേഷണത്തിൽ വരും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി സാമൂഹ്യ മാധ്യമത്തിൽ പോയത്, അതിൻ്റെ പിന്നിലുള്ള കഥ, അത് വെറും ഒരു പകപോക്കലാണോ അതോ വേറെ എന്തോ ഉദ്ദേശം വെച്ച് ചെയ്തതാണോ എന്നുള്ളത് നമ്മൾക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. 1996 ഇദ്ദേഹം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ജോയിൻ ചെയ്തത്. 20 വർഷങ്ങൾ കഴിഞ്ഞു 2016 അവസാനത്തിൽ. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് 20 വർഷം സർവീസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിക്ക് പെൻഷൻ വാങ്ങി പുറത്തു പോകാൻ പറ്റും. അദ്ദേഹത്തിന് രാജിവെക്കണമെന്നുണ്ട്, അദ്ദേഹം രാജിവെച്ചിട്ടുമുണ്ട്, ആ രാജി സ്വീകരിച്ചിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ ഈ വ്യക്തി ഇനി പുറത്തു പോകുന്നത് പെൻഷനും കൊണ്ടായിരിക്കും. ആ പോകുന്ന സമയത്തുള്ള എന്തോ ഒരു മാനസികമായിട്ടുള്ള എന്താ സംഭവിച്ചെനിക്ക് പറയാൻ പറ്റില്ല. ഇതെനിക്ക് ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ചൊക്കെ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ.
ഇത് ഗവേഷണത്തിന് വിധേയമാകേണ്ടതാണ്, ഇത് ഇൻ്റലിജൻസ് അന്വേഷണത്തിന് വിധേയമാകേണ്ടതാണ്, ഇത് ഡിപ്പാർട്ട്മെൻ്റൽ അന്വേഷണത്തിന് വിധേയമാകേണ്ടതാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ പ്രഭാകരൻ പലേരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ടി ജി മോഹൻദാസ്, അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് രാജ്നാഥ് സിംഗ്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമെങ്കിൽ വേണ്ട നടപടികളെടുക്കുമെന്ന് അദ്ദേഹം തന്നെയും പറഞ്ഞിട്ടുണ്ട്. കിരൺ റിജിജു അക്കാര്യം കുറച്ചുകൂടെ ഊന്നലോടുകൂടി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കിരൺ റിജിജു കൂട്ടിച്ചേർത്തിട്ടുള്ളത് അതിർത്തി പ്രദേശങ്ങളിലെ സൈനികർക്കിടയിലുള്ള എൻ്റെ സന്ദർശനത്തിനിടയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവിടങ്ങളിൽ തൃപ്തികരമായ സാഹചര്യമാണുള്ളത് എന്നാണ്. എങ്കിൽ തന്നെയും വേണ്ട അന്വേഷണം നടത്തി അങ്ങനെയല്ല കാര്യങ്ങളെങ്കിൽ വേണ്ട നടപടികളെടുക്കാമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കാണണം നമ്മളിതിനെ? തള്ളിക്കളയണോ അതോ അവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ടോ? ശ്രീ ടി ജി മോഹൻദാസ്. ശ്രീ ടി ജി മോഹൻദാസിലേക്ക് അല്പസമയത്തിനകം എത്താം. ഇപ്പോൾ ശ്രീ ഞാൻ പ്രഭാകരൻ പലേരിയിലേക്ക് ഒരിക്കൽ കൂടെ. ശ്രീ പ്രഭാകരൻ പലേരി, അങ്ങനെയൊക്കെ താങ്കൾ പറഞ്ഞത് പ്രകാരം അങ്ങനെയൊക്കെ തന്നെ വിശ്വസിക്കാനാകും സ്വാഭാവികമായും എല്ലാവർക്കും ഇഷ്ടം, അതിന് തന്നെയാകും സാധ്യത കൂടുതലും എന്ന് തന്നെ കരുതുക. പക്ഷേ അപ്പോൾ തന്നെയും ഉള്ളൊരു പ്രശ്നം, ഈ തേജ് ബഹാദൂർ യാദവ് മാത്രമല്ല ആദ്യമായിട്ട് ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് നമുക്ക് മുന്നിൽ ഇക്കാര്യങ്ങളെ ദൂരെ നിന്ന് കാണുന്ന ആളുകൾക്കുള്ള പ്രശ്നം. അദ്ദേഹം ശ്രീ CP നാരായണൻ നേരത്തെ രാജ്യസഭയ്ക്കകത്ത് വന്നൊരു ഒരു വിഷയത്തെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് 2014 സുജോയ് മണ്ഡൽ എന്ന BSF ജവാൻ്റെ ചില വെളിപ്പെടുത്തലുകൾ, അദ്ദേഹം BSF ജവാനല്ല, ക്ഷമിക്കണം, അദ്ദേഹം CRPF-ൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ ഞങ്ങളുടെ ചാനൽ തന്നെ, എന്ന് വെച്ചാൽ ന്യൂസ് 18 ഇംഗ്ലീഷ് ചാനൽ പുറത്തുവിട്ടിരുന്നു. സുജോയ് മണ്ഡൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ വളരെ മോശമായാണ് ഭക്ഷണം വിതരണം ചെയ്യപ്പെടുന്നത്, CRPF-നകത്ത് വളരെ മോശമായി ട്രീറ്റ് ചെയ്യപ്പെടുന്നു പട്ടാളക്കാർ, സൈനികർ എന്ന് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു. അന്വേഷണം നടത്തി അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അതിനുശേഷം ദി ഹിന്ദു പത്രം മറ്റൊരു സംഭവം അന്ന് പുറത്തുവിട്ടിരുന്നു. നക്സൽ ഓപ്പറേഷൻസിന് വേണ്ടി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സേനാ വിഭാഗമായിട്ടുള്ള കോബ്ര ടീമിലെ അംഗമായ ഒരാൾ ഹിന്ദുവിനോട് എന്നും ഈ പറയുന്ന പൊട്ടാറ്റോ കഴിച്ച് മടുത്തിരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ എങ്ങനെയാണ് ഇത്രമേൽ പ്രധാനപ്പെട്ട ഒരു സേനാദളത്തിനകത്ത് ജോലി ചെയ്യുക, ഇത് ശാരീരികമായ അധ്വാനം വേണ്ട കാര്യമല്ലേ എന്നതടക്കമുള്ള ആരോപണങ്ങൾ അദ്ദേഹവും മുന്നോട്ട് വെച്ചിരുന്നു. അതാത് കാലങ്ങളിൽ ചർച്ചയാവുകയും പിന്നീട് ഇല്ലാതായി പോവുകയും ചെയ്ത വിഷയങ്ങളാണത്. ഏതൊക്കെയോ കാര്യങ്ങൾ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് ഇതൊക്കെ വെച്ച് കാണുക കൂടെ സാധ്യമല്ലേ? അദ്ദേഹം പറയുന്നുണ്ട് സർക്കാരിനെതിരായിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് വിചാരിക്കരുത്. ഈ യാദവ് പറയുന്നുണ്ട് സർക്കാരിനെതിരായിട്ടല്ല ഞാനിത് പറയുന്നത്, സർക്കാർ ആവശ്യമായ തുക വകയിരുത്തുന്നുണ്ട്, പക്ഷേ ഇടയ്ക്കുള്ള ഉദ്യോഗസ്ഥർ ഇതിനെ ഇല്ലീഗലായിട്ട് വിൽക്കുകയാണ്, മറിച്ച് വിൽക്കുകയാണ് എന്ന ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് അങ്ങ് തള്ളിക്കളയുക സാധ്യമാണോ? ശരിയാണ്, അദ്ദേഹം അച്ചടക്ക ലംഘനം നടത്തിയിട്ടുണ്ട്, വലിയ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണത്. പക്ഷേ അപ്പോൾ തന്നെയും ആ അച്ചടക്ക ലംഘനത്തിലേക്ക് നയിച്ച ചില വാസ്തവമായ സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ട് എന്നുകൂടെ കാണാൻ സാധിക്കുമല്ലോ. തീർച്ചയായും നമ്മുടെ ഒരു ചിന്താഗതി നമ്മൾ മാറ്റിയിടരുത്. കാരണം നമ്മൾക്ക് എല്ലാത്തിൻ്റെയും അന്വേഷണം അത് ശരിക്കും അന്വേഷിച്ച ശേഷം മാത്രമേ നമ്മൾക്ക് അതിനെപ്പറ്റി തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയുകയാണെങ്കിൽ സായുധ സേനകളിൽ എനിക്ക് പറയാൻ പറ്റുന്നത് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഡിഫൻസ് സായുധ സേനകളെ പറ്റിയാണ്. BSF എന്നൊക്കെ പറയുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ളതാണ്. CRPF-ഉം അതുപോലെയാണ്. പക്ഷേ അവരും വളരെ ഒരു സൈന്യത്തിൻ്റെ സേവനം തന്നെയാണ് അവിടെയും അനുഷ്ഠിക്കുന്നത്. അല്ലാതെ ഈ മറിച്ച് വെക്കുക എന്നൊക്കെ പറയുന്നത് കോബ്രക്കൊന്നും സാധ്യമല്ല. കാരണം അതിനൊന്നും അവർക്ക് സമയമില്ല, വിറ്റാൽ തന്നെ അധികം കാശൊന്നും കിട്ടാൻ പോകുന്നില്ല. അതിനെപ്പറ്റി ഞാൻ തീരെ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ പിന്നിൽ വല്ല ശക്തിയുമുണ്ടോ എന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഉണ്ട്. സബ്വേഴ്സീവ് ടാക്ടിക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനം വിദേശ രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ജവാൻ കൊടുത്തിരിക്കുന്ന വീഡിയോ റിപ്പോർട്ട് ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യക്കകത്തും പുറത്തും പ്രവർത്തിക്കുന്നവരേക്ക് ഒന്നാന്തരം ആയുധമാണ്. വളരെ വീണ് കിട്ടിയ ഒരു ആയുധമായിട്ട് അവർക്ക് അതിനെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. ഈ വ്യക്തി അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കുറച്ചെങ്കിലും ദേശസ്നേഹമുണ്ടെങ്കിൽ അവൻ ചെയ്യാൻ പാടില്ലായിരുന്നു. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കാരണം ഈ ഭക്ഷണവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ വളരെ ജൂനിയർ ഉദ്യോഗസ്ഥനാകുമ്പോൾ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. പക്ഷേ അവിടെ ഞാൻ മനസ്സിലാക്കിയൊരു വ്യത്യസ്ത സംഗതി എന്താണെന്ന് വെച്ചാൽ, അതിവിടെ പറയുന്നത് എത്രമാത്രം ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ല. ജോലിയിൽ വളരെയധികം സമ്മർദ്ദം വരുമ്പോൾ ഭക്ഷണത്തിനുള്ള രുചി കുറയുന്നു.
പേടി വരുമ്പോൾ, ഭീതി വരുമ്പോൾ, അതായത് ഇപ്പോൾ ഞാൻ നക്സലൈറ്റ്സിനെ കാണാൻ പോവുകയാണ്, ഞാൻ പാകിസ്ഥാനി റേഞ്ചേഴ്സിനെ കാണാൻ പോവുകയാണ്, ഏത് സമയത്തും എനിക്ക് വെടികൊള്ളാം എന്നുള്ള ആ ഒരു ഭീതി വരുമ്പോൾ, അത് തീർച്ചയായിട്ടും എത്ര നല്ല യോദ്ധാവിനും ഭീതി വരും. ഭക്ഷണത്തിനോടുള്ള എല്ലാ രുചിയും എല്ലാ സംഗതിയും പോകും. പല തരത്തിലുള്ള മാനസിക വിഷമങ്ങൾക്ക് ഇവൾ അടിമകളാകും. ഈ മാനസിക വിഷമങ്ങൾ താങ്ങാനുള്ള ശക്തിയും കരുത്തും ഉണ്ടെങ്കിൽ മാത്രമേ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാൻ പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം പറയും. അത് ഒരു വിഭാഗം ജനങ്ങൾക്കില്ല. കാരണം പലതരത്തിലുള്ള ശുപാർശകളുമായിട്ട് സൈന്യത്തിൽ കയറി പറ്റുന്നവരുണ്ട്. ശുപാർശ ചെയ്തവർ തന്നെ അവരെ പിന്നീട് പുറത്താക്കാൻ അവർ വേറെ ശുപാർശയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ സൈന്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സാധാരണഗതിയിലുണ്ട്. അതിനെ നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. കാരണം നമുക്ക് ഒന്നാന്തരം ഗവേഷണശാലകളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്കൊക്കെ വളരെയധികം മാനസിക പ്രശ്നങ്ങളുണ്ട്. അത് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഭക്ഷണം ശരിയല്ല എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വികാരമാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഞാൻ ഭക്ഷണം കഴിക്കാത്ത എത്രയോ പേരെ ഞാൻ കാണാറുണ്ട് പലതരം ഭീതികളിൽ പെട്ടിട്ടുള്ളത്. കടലിൽ പോയി കഴിഞ്ഞാൽ സീ സിക്നസ് വന്നു കഴിഞ്ഞാൽ, കടലിൽ മുങ്ങിപ്പോകുമോ എന്നുള്ള പേടി വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്ത വ്യക്തികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഞാനൊരു മേലുദ്യോഗസ്ഥനാണെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് നോക്കി അദ്ദേഹത്തിനെയാണ് ആദ്യം മാറ്റുക. അവരാണ് ഇതൊക്കെ നോക്കേണ്ടത്. എൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ്റെയും എൻ്റെ കീഴിലുള്ള ജവാന്മാരുടെയും മാനസിക സുസ്ഥിതി ഞാനാണ് ശ്രദ്ധിക്കേണ്ടത്. അത് സാധിക്കും. അതിന് പല വഴികളുമുണ്ട്. അവിടെ എവിടെയോ എന്തൊക്കെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. അല്ലാതെ ഭക്ഷണം മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇതിലും നല്ല ഭക്ഷണം ഞാൻ കണ്ടിട്ടില്ല. അതായത് ഞാൻ പറയാൻ കാരണം ആരോഗ്യമാണ് ഇവരുടെ പ്രശ്നം. അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഭക്ഷണത്തെ പറ്റി സായുധ സേനകൾ നോക്കുന്നത്. അത് വേറൊരു കാര്യമാണ്. പക്ഷേ പലതും ശ്രദ്ധിക്കാനുണ്ട്. നല്ല ഒരു അന്വേഷണം ആവശ്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഗവൺമെന്റും ചെയ്യാൻ പോകുന്നുണ്ട്. ഈ അന്വേഷണത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ടി ജി മോഹൻദാസ്, അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സർക്കാർ അന്വേഷണം നടക്കും. റിപ്പോർട്ട് തേടിയിട്ടുണ്ട് രാജ്നാഥ് സിംഗ്. അക്കാര്യങ്ങളൊക്കെ നടക്കും. ആ മേഖലയെക്കുറിച്ച് നന്നായിട്ട് അറിവുള്ള ആളുകളാണ്. ഇത് പൂർണ്ണമായി തള്ളിക്കളയേണ്ടുന്ന വസ്തുതയാണെന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയുകയില്ല. അതിൻ്റെ വസ്തുതാന്വേഷണം തന്നെയാണ് നടക്കേണ്ടത്. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണുകയും വേണം. പക്ഷേ അപ്പോൾ തന്നെയും നോക്കൂ, ജമ്മു കശ്മീരിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇടത്ത്, ജമ്മു കശ്മീരിലാണ് അദ്ദേഹം, നിയന്ത്രണ രേഖയിലാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ BSF പറയുന്നത് മദ്യപാനിയായിട്ടുള്ള സ്ഥിര അച്ചടക്ക ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇദ്ദേഹമെന്നാണ്. തന്ത്രപ്രധാനമായ ഇടത്ത് ഇദ്ദേഹത്തെ പോലെ ഇവർ ഈ പറയുന്നത് ശരിയാണെങ്കിൽ, BSF നേതൃത്വം പറയുന്നത് ശരിയാണെങ്കിൽ, കുഴപ്പക്കാരനായിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നു എന്നത് തന്നെയും വീഴ്ചയല്ലേ? താങ്കൾ എങ്ങനെ ഇതിനെ ഏത് നിലക്കാണ് കാണുക? അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളെ തള്ളിക്കളയണമെന്നാണോ, അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് താങ്കൾ അതിനെ കാണുക? രണ്ട് വിധത്തിലും ഈ മനുഷ്യനെ ഇമ്മീഡിയറ്റ് പിടിച്ച് കോർട്ട് മാർഷൽ ചെയ്യണം. രണ്ട് വിധത്തിലാണ്. അയാൾ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് വയ്ക്കുക. സനീഷ് ഓർമ്മയുണ്ടോ, ഒരു 1.5 വർഷം മുമ്പ് ഹനുമന്തപ്പ എന്ന ജവാൻ, ഹനുമന്തപ്പ 15 ദിവസം കൊടും ശൈത്യത്തിൽ മഞ്ഞിലും മൂടിക്കിടന്നു. ഒരു കണക്കിന് കുഴിച്ചെടുത്ത് പ്രാണൻ പോയില്ലായിരുന്നു. ഒടുവിൽ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എല്ലാവിധ ചികിത്സയും കൊടുത്ത് രാജ്യം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരുന്നിട്ടും ഹനുമന്തപ്പ നമ്മളെ വിട്ടുപോയി. അതാണ് ജവാൻ. സുഖവാസത്തിന് പോകുന്ന ആള് പട്ടാളത്തിൽ പോകരുത്. ഉണ്ടംപൊരിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ സമയാസമയങ്ങളിൽ രുചിയോടെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആള് നാട്ടിൽ വല്ല വില്ലേജ് ഓഫീസിലോ തഹസിൽദാർ ഓഫീസിലോ ജോലി ചെയ്യണം. അല്പസ്വല്പം കൈക്കൂലിയൊക്കെ മേടിച്ചിട്ട് രാഷ്ട്രീയവും കളിച്ചും നടക്കാം. അല്ലാത്തവര് ഈ പണിക്ക് പോകരുത്. പട്ടാളക്കാർക്ക് 4 ദിവസമോ 5 ദിവസമോ ഭക്ഷണം കിട്ടിയില്ല എന്ന് വരെ വരും. കാട്ടുകിഴങ്ങ് പറിച്ച് ജീവിച്ച് അപ്പോഴും യുദ്ധം ചെയ്ത ചരിത്രമുള്ള പട്ടാളമാണ് ഭാരതത്തിനുള്ളത്. 12 ലക്ഷം പട്ടാളക്കാരുണ്ട്. അതിലൊരാൾക്ക് സമയത്ത് ചോറ് കിട്ടിയില്ല, അല്ലെങ്കിൽ പഴം വിളമ്പിയത് അങ്ങനെയല്ല ശ്രീ ടി ജി മോഹൻദാസ്. അങ്ങനെ നമ്മൾ അങ്ങനെ ലഘൂകരിച്ച് കാണുന്നത് പോലെ അല്ല അദ്ദേഹം അക്കാര്യത്തെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയല്ല. അതായത് ഞങ്ങൾ 11 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യേണ്ട ആളുകളാണ്. ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണം ലഭിക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ പോരാട്ടത്തിന് വേണ്ടുന്ന ഭക്ഷണം ലഭിക്കുന്നില്ല. എന്നാൽ അത് സർക്കാർ കൊടുക്കാത്തത് കൊണ്ടല്ല. ഒരു നിമിഷം, നരേന്ദ്രമോദി സർക്കാർ കൊടുക്കാത്തത് കൊണ്ടല്ല. അത് സർക്കാർ പട്ടാളക്കാർക്ക് വേണ്ടി കൊടുത്ത പണം. ഞാനൊന്ന് പൂർത്തിയായിക്കൊള്ളട്ടെ. താങ്കൾക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള പോയിന്റ്സാണ് ഞാൻ പറയുന്നത്. നരേന്ദ്രമോദി സർക്കാർ അങ്ങോട്ട് നൽകാത്തത് കൊണ്ടല്ല, അത് ഇടനിലക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെടുത്ത് വിൽക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു കുഴപ്പം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് കൂടെ കാണേണ്ടതല്ലേ? അദ്ദേഹത്തിന് അറിയാമായിരിക്കുമല്ലോ അച്ചടക്ക ലംഘനം ആണെന്ന്. രാജ്യത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ
സോഷ്യൽ മീഡിയയിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയില്ല വിസിൽ ബ്ലോവറൊക്കെ പട്ടാളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, നടപടികൾ ഉണ്ടായിട്ടുണ്ട്, കോർട്ട് മാർഷൽ ഉണ്ടായിട്ടുണ്ട്, വെടിവെച്ച് കൊല്ലൽ വരെ ഉണ്ടായിട്ടുണ്ട്. 12 ലക്ഷം പട്ടാളക്കാരുള്ള സ്ഥലത്ത് ഇനി ഉണ്ടാവാൻ വേറെ സംഭവങ്ങളൊന്നും ബാക്കിയില്ല എന്ന് മനസ്സിലാക്കുക. 11 മണിക്കൂർ ഡ്യൂട്ടി കാണിച്ച് പേടിപ്പിക്കരുത്. ഞാൻ വെറും സിവിലിയനായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്ത കാലത്ത് 55 മണിക്കൂർ നിർത്താതെ കൺട്രോൾ റൂമിൽ ജോലി ചെയ്തവരാണ് ഞാൻ, സിവിലിയനായിട്ട്, പട്ടാളക്കാരൊന്നുമല്ല. അവിടെ കിട്ടുന്ന ബജിയോ ബോണ്ടയോ എന്താന്ന് വെച്ചാൽ അത് തിന്നിട്ട്, കാരണം എന്നെ റിലീവ് ചെയ്യാനുള്ള ആളിന് സുഖമില്ല, വേറൊരാൾ ദൂരദിക്കലാണ്, അയാൾ വന്നിട്ട് എനിക്ക് കൺട്രോൾ റൂം വിട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ഞാൻ നിന്നു, സാധാരണ മനുഷ്യനായ ഞാൻ, നാട്ടുകാർക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ നിൽക്കാൻ പട്ടാളക്കാരന് പറ്റുന്നത് 11 മണിക്കൂർ എന്ത് കുന്തമാണെന്ന്. 11 മണിക്കൂർ സാധാരണ ഒരു ATM സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്.